നിരവധി താരങ്ങളെ നമ്മൾ ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ച ഒരു വലിയ പരമ്പര തന്നെയാണ് IPL എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എല്ലാവരും എടുത്തു പറയുന്നത് പോലെ തന്നെ ക്രിക്കറ്റുമാരുടെ തലവര തന്നെ മാറ്റിയ ടൂർണമെൻറ്റ് IPL ആണെന്ന് നിസ്സംശയം പറയുന്നത് പോലെ എത്രയെത്ര പ്രതിഭാശാലികളായ ക്രിക്കറ്റ്മാരെ IPLിലൂടെ ഉയർന്നു വന്ന പിന്നീട് ഇന്ത്യൻ കുപ്പായത്തിലും വിലസിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ക്രിക്കറ്റിലേക്ക് ചുവടുവയ്ക്കുന്ന ഏതൊരാൾക്കും തങ്ങളുടെ മികവ് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ IPLിനേക്കാൾ വലിയൊരു വേദി ലഭിക്കാനുമില്ല. നിരവധി മലയാളം താരങ്ങളുടെ സാന്നിധ്യം വിവിധ സീസണുകളിലായി നമുക്ക് കാണാനും സാധിക്കും. 2008 പ്രഥമ സീസൺ മുതൽ ഇതുവരെ IPL കളിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് മലയാളി താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയ ഒരു ഓൾ ടൈം കേരള 11 തിരഞ്ഞെടുത്താൽ ആരൊക്കെ അതിലുണ്ടാകുമെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. IPL ഓൾ ടൈം കേരള 11 തിരഞ്ഞെടുത്താൽ അതിനെ നയിക്കാൻ സൂപ്പർ താരം സഞ്ജുവിനേക്കാൾ അനുയോജ്യനായി ആരുമുണ്ട് എന്നൊരു ചോദ്യമാണ് പിന്നീട് നിൽക്കുന്നത്. കാരണം രാജ്യത്തിന് മുന്നിൽ കേരള ക്രിക്കറ്റ് പോസ്റ്റർ ബോയ് എന്ന വിശേഷണം അദ്ദേഹത്തിനാൽ ചേരുന്ന മറ്റൊരാളില്ല. മാത്രമല്ല, ഇന്ന് വരെ IPL കളിച്ചിട്ടുള്ള ഹാഫ് മലയാളി താരങ്ങളെ എടുത്തു നോക്കിയാൽ അവരിൽ സഞ്ജുവിനോളം ആരാധകരോളം ഇഷ്ടം പിടിച്ചുപറ്റിയ വേറെ ആരുമില്ലെന്നും നിസ്സംശയം പറയാം. അതിനാൽ കേരളത്തിൽ ഓൾ ടൈം 11 നയിക്കേണ്ടതും സഞ്ജു തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടതായി കൂടി ഉണ്ട്. 11 വേണ്ടി ഫേവറേറ്റ് പൊസിഷനായ ഓപ്പണിങ്ങിൽ തന്നെ അദ്ദേഹം കളിക്കുകയും ചെയ്യുമെന്ന് കൂടി നമുക്ക് പറയേണ്ടതായുണ്ട്. സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് പങ്കാളി മുൻ വെടിക്കെട്ട് ബാറ്ററും T20 ലോകകപ്പ് വിന്നറുമായ റോബിൻ ഉത്തപ്പയാണ്. അദ്ദേഹം പാതി മലയാളിയാണ് എന്നതൊരു അധികം പേർക്കും അറിയാനിടയില്ല. ഉത്തപ്പയുടെ അമ്മ റോസ്ലിൻ കോഴിക്കോട്ടുകാരിയാണ്. അതിനാൽ തന്നെ മലയാളം വളരെ ഒഴുക്കോടെ സംസാരിക്കാനും അദ്ദേഹത്തിന് സാധിക്കും. IPLിലേക്ക് വന്നാൽ 6 വ്യത്യസ്ത ടീമുകളായി കളിച്ചതിന് ശേഷം ഉത്തപ്പ വിരമിച്ചു. മുംബൈ ഇന്ത്യൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, പൂനെ വാരിയേഴ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, രാജസ്ഥാൻ റോയൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുകൾക്കായി അദ്ദേഹം കളിച്ചിട്ടുമുണ്ട്. സഞ്ജു ഉത്തപ്പ ജോഡിക്ക് ശേഷം കേരള 11-ൽ 3 മുതൽ 7 വരെ സ്ഥാനങ്ങളിൽ ദേവദത്ത് പടിക്കൽ, വിഷ്ണു വിനോദ്, കരുൺ നായർ, സച്ചിൻ ബേബി, റൈഫി വിൻസെന്റ് ഗോമസ് എന്നിവരാണുള്ളത്. ഇതിൽ ദേവദത്തും കരുണും വിഷ്ണുവും ഈ സീസണിലെ IPLിന്റെ ഭാഗമായിട്ടുള്ളവരുമാണ്. മലയാളി താരമായ ദേവദത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ മിന്നും താരമാണ്. നേരത്തെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. കേരള ടീമിലെ സജീവ സാന്നിധ്യമായ വിഷ്ണു വെടിക്കെട്ട് ബാറ്ററും കീപ്പറുമാണ്. ഇത്തവണത്തെ പഞ്ചാബ് കിങ്സിന്റെ താരമായാണ് അദ്ദേഹം. നിർഭാഗ്യവശാൽ ഒരു മത്സരത്തിൽ പോലും വിഷ്ണുവിന് കളിക്കാൻ ഇനിയും അവസരം ലഭിച്ചിട്ടില്ല എന്നുകൂടി പറയണം. മറുനാടൻ മലയാളിയായ കരുൺ ഇത്തവണ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമാണ്. നേരത്തെ RCB റോയൽസ്, പഞ്ചാബ് KKR, LSG ടീമുകൾക്കൊപ്പവും അദ്ദേഹം ഉണ്ടായിരുന്നു. സച്ചിൻ ബേബിയുടെ കാര്യമെടുത്താൽ റോയൽസിലൂടെയാണ് IPLിൽ അരങ്ങേറിയത്. പിന്നീട് RCB, SRH ടീമുകളുടെ ഭാഗമാവുകയും ചെയ്തു. റൈഫിയും IPLിൽ 3 ടീമുകളുടെ ഭാഗമായിരുന്നു. റോയൽസ്, കൊച്ചി ടസ്കേഴ്സ്, കേരള, പൂനെ വാരിയേഴ്സ് തുടങ്ങിയ ടീമുകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. കേരള 11-ലെ മറ്റുള്ളവർക്ക് വിഘ്നേഷ് പുത്തൂർ, KM ആസഫ്, സന്ദീപ് വാര്യർ, ശ്രീശാന്ത് എന്നിവരാണ്. മുംബൈക്കൊപ്പം കഴിഞ്ഞ വർഷം അരങ്ങേറിയ വിഘ്നേഷ് ഇപ്പോൾ റോയൽസിന്റെ താരമാണ്. CSK റോയൽസ് ടീമുകൾക്കായി കളിച്ച താരമാണ് ആസിഫ്. നന്ദീപ് ആവട്ടെ RCB, KKR, MI, GT ടീമുകളുടെ ഭാഗമായിട്ടുണ്ട്. ശ്രീശാന്തിന്റെ ടീമുകൾ പഞ്ചാബ്, കൊച്ചി ടസ്കേഴ്സ്, റോയൽസ് എന്നിവയുമാണ്. ഇതാണ് കേരള ഓൾ ടൈം 11.